ഇപ്പോൾ MLA നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട് അബിൻ വർക്കി. ശ്രീ അബിൻ വർക്കി, കാര്യങ്ങൾ അവിടെ ഇപ്പോൾ കുറച്ച് ആശങ്ക ഒഴിഞ്ഞു എന്ന് തോന്നുന്നു. പക്ഷേ ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം. വെള്ളം കയറിയ സ്ഥലങ്ങളിൽ മാലിന്യമുണ്ട്, അതൊക്കെ മാറ്റേണ്ടതുണ്ട്. ഇനിയിപ്പോൾ എന്താണ് നമുക്ക് ആറന്മുളയിൽ ആവശ്യമുള്ളത് അബിൻ വർക്കി? അല്ല, അങ്ങനെയല്ല. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണ് ശരിക്കും ഫ്ലഡഡ് സിറ്റുവേഷൻ. ആറന്മുളയിൽ പോസ്റ്റ് ഫ്ലഡഡ് ആയിട്ടില്ല. കാരണം റാന്നിയിൽ നിന്ന് വന്ന വെള്ളം മുഴുവൻ ആറന്മുളയിൽ വന്ന് പോകണമെന്നുണ്ടെങ്കിൽ 1.5 ദിവസം എടുക്കും. അത് പ്രത്യേക ആറന്മുളയുടെ ഒരു ജോഗ്രഫിക്കൽ പ്രത്യേകതയാണ്. ഇപ്പോഴാണ് ശരിക്കും ആറന്മുളയിലെ ഫ്ലഡഡ് സിറ്റുവേഷൻ. അവിടെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ഇപ്പോഴാണ് വേണ്ടത്. അതുപോലെ തന്നെ ക്യാമ്പുകൾ തുറന്ന് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ സത്യത്തിൽ ആറന്മുളയിലെ ഫ്ലഡഡ് സിറ്റുവേഷൻ ആണ്, വലിയ ദുരന്തമാണ് നേരിടുന്നത്. അതായത് റവന്യൂ വകുപ്പ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആറന്മുള ഭാഗത്തു കൂടിയാണെന്നാണ്. അതെ, അല്ല, റവന്യൂ വകുപ്പിന്റേതായ ഉദ്യോഗസ്ഥരെല്ലാവരും ആറന്മുള കേന്ദ്രീകരിച്ചിട്ടുണ്ട്. കളക്ടർ അടക്കമുള്ളവർ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ കോഴഞ്ചേരി റെസ്റ്റ് ഹൗസ് കേന്ദ്രീകരിച്ചായിരുന്നു ആറന്മുളയുടെ ഉള്ളിൽ തന്നെ. അവിടെ വെച്ച് അവിടെ ഒരു പ്രത്യേക കൺട്രോൾ റൂം പോലെ തന്നെ എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ആറന്മുളയിലേക്ക് കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പാടാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം റെസ്ക്യൂ ഓപ്പറേഷൻ ആണ് ഇപ്പോൾ ആറന്മുളയിൽ നടക്കുന്നത്. ആറന്മുളയിൽ ഇപ്പോൾ ഫ്ലഡഡ് സിറ്റുവേഷൻ ആണ്, പോസ്റ്റ് ഫ്ലഡഡ് ആയിട്ടില്ല. ആറന്മുളയിൽ ഒരു ദിവസവും കൂടെ വേറെ മഴയൊന്നും പെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഇനിയൊരു മഴ പെയ്താൽ അത് നമ്മളെ കൈവിട്ടു പോകുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഫ്ലഡഡ് സിറ്റുവേഷൻ ആണ്. ഈ ഫ്ലഡഡ് സിറ്റുവേഷനിൽ റെസ്ക്യൂ ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. അതുപോലെ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഫ്ലഡിൽ എന്താണോ ചെയ്യുന്നത് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് വേണ്ടതും ആറന്മുളയിൽ. ഈ റവന്യൂ അധികാരികളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ സഹകരണം ആവശ്യമുണ്ടോ ഈ ഘട്ടത്തിൽ? അല്ല, അങ്ങനെയല്ല. അതായത് ഇത് ജില്ലയുടെ 2 ഭാഗത്ത്, 3 ഭാഗത്ത്, കോന്നിയിലും റാന്നിയിലും ആറന്മുളയിലുമാണല്ലോ ഈ ഒരു പ്രതിസന്ധി ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റാന്നിയിലാണ് ഇന്നലെ ഫ്ലാഷ് റെയിൻ ഉൾപ്പെടെ ഉണ്ടാവുകയും വലിയ ദുരന്തം ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമാണ് ആദ്യ ഫോക്കസ് കൊടുക്കേണ്ടിയിരുന്നത് റാന്നിയിലാണ്. ഇപ്പോൾ റാന്നിയിൽ ഇപ്പോൾ വെള്ളം ഒഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോഴത്തെ ഫ്ലഡഡ് സിറ്റുവേഷൻ ഉള്ളത് ആറന്മുളയിലാണ്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ ആറന്മുളയിലേക്ക് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് റവന്യൂ മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും, ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും കൂടുതൽ ശ്രദ്ധ ആറന്മുളയിലേക്ക് വേണമെന്നാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതിനനുസൃതമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തി വരികയാണ്. ഓക്കെ, താങ്ക് യു. അബിൻ വർക്കിയാണ് ചേർന്നത്. ഇപ്പോൾ ഒരു ഫ്ലഡ് ലൈക്ക് സിറ്റുവേഷൻ ആണ് ആറന്മുളയിലുള്ളത്. റാന്നിയിൽ നിന്ന് വെള്ളം ഇറങ്ങി ആറന്മുളയിലേക്ക് പോയി. ഇനി ഒരു 1.5 ദിവസത്തോളം അത് നീണ്ടു നിൽക്കും. അതുകൊണ്ട് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എല്ലാവരുടെയും ശ്രദ്ധ വേണ്ടത് ആറന്മുളയിലാണ് എന്ന് ആവശ്യപ്പെടുകയാണ്.